നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മള് സർക്കിളിലെ 43ാമത്തെ പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. അതായത് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികം വരയ്ക്കുക. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരിക റോംബസിന്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എ ബി ഈക്വൽ ബി സി ഈക്വൽ സി ഡി ഈക്വൽ എ ഡി. ഇങ്ങനെയാണ്. അതിന്റെ റീസൺ എന്താണ്? എ ബി സി ഡി ഇസ് എ റോംബസ് അഥവാ എ ബി സി ഡി ഒരു സമഭുജ സാമാന്തരികമാണ്. ഓക്കെ, ഇനി നോക്ക്, അത് പറഞ്ഞിരിക്കുന്നത് ഈ റോംബസിന്റെ ഓരോ സൈഡും, അതായത് എ ഡി അത് ഡയമീറ്റർ വരത്തക്ക രീതി ഒരു സർക്കിൾ വരച്ചു. എ ബി അത് വ്യാസം അഥവാ ഡയമീറ്റർ വരത്തക്ക രീതി വീണ്ടും ഒരു സർക്കിൾ വരച്ചു. അങ്ങനെ 4 സർക്കിൾ വരച്ചു. നമ്മൾ 4 വൃത്തങ്ങൾ വരച്ചു. എങ്കിൽ ഈ വൃത്തങ്ങൾ എല്ലാം കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദുവാണ് എക്സ്. അതായത് നമ്മൾ റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ ഓരോ വശവും ഡയമീറ്റർ അഥവാ വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തങ്ങളെല്ലാം ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടി പോകും. അതിനെല്ലാം കൂടെ ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അത് നോക്ക്, നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഞാൻ ആ റോംബസ് എ ബി സി ഡി എന്ന് പറഞ്ഞ റോംബസ് അഥവാ സമഭുജ സാമാന്തരികം വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ റോംബസ് ബി ഡിയും എ സിയും യോജിപ്പിക്കുന്നു. എ സിയും ഇത് തമ്മിൽ യോജിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി ഡി ട്രയാങ്കിൾ എ ബി ഡി ഒന്ന് നോക്കി. എന്താ പ്രത്യേകത? ത്രികോണം എ ബി ഡി നോക്ക്, ഇത് റോംബസ് ആണ്, അതുകൊണ്ട് തന്നെ ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഈ റോംബസ് മാത്രം ഞാൻ താഴത്തുനിന്ന് വരച്ചു വെച്ചേക്കുന്നത്. ഈ റോംബസിന്റെ നമ്മള് ബി ഡിയും എ സി യോജിപ്പിച്ച് വരച്ചു. അങ്ങനെയാണെങ്കിൽ എ ബി ഡി ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ നോക്കിയേ? ഈ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമായിട്ട് കിടക്കുന്നു. ആണല്ലോ, നോക്ക്, തുല്യമല്ലേ, റോംബസ് അല്ലേ, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ത്രികോണമാണ്? പാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നു ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ഇത്രയും ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമുക്കിപ്പോ ഈ ഒരു ത്രികോണം അല്ലേ ഉള്ളൂ. ഈ ത്രികോണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ സമപാർശ്വ ത്രികോണത്തിന്റെ ഈ 2 വശം ഡയമീറ്റർ അഥവാ വ്യാസമായി നിങ്ങൾ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം ഇങ്ങനെ ഇതിലേക്കൂടെ ഇതിന്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു പോകും. കണ്ടോ, നോക്ക്, ഇത് ഈ വശം വ്യാസം അഥവാ ഡയമീറ്റർ ആയി എടുത്തിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചാൽ സർക്കിൾ എവിടെ കൂടെ കടന്നു പോകും? നമ്മുടെ ഐസോസ് നോക്ക്, ഇത് വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് നിങ്ങളൊരു വൃത്തം വരച്ചാൽ ആ വൃത്തം ഇതല്ലേ നമ്മുടെ ത്രികോണം. ത്രികോണത്തിന്റെ 3ാമത്തെ സൈഡായ ഈ വശത്തിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും. ഇങ്ങനെയായിരിക്കും വൃത്തം പോകുന്നത്. ഈ മധ്യബിന്ദുവിൽ കൂടി അത് കടന്നു പോകും. ഇനി ഇവിടെ ഒരു വൃത്തം വരച്ചാലോ? അതും മധ്യബിന്ദുവിൽ കടന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൂടെ ഒരു വൃത്തം വരച്ചു. അപ്പൊ ഈ പോയിന്റിൽ കൂടി കടന്നുപോയി. ഓക്കെ, ഇനി ഈ സൈഡ് ഡയമീറ്റർ വ്യാസം എടുത്ത് നിങ്ങൾ ഒരു വൃത്തം വരച്ചാൽ അതും ഇതിലേക്കൂടെ കടന്നു പോകും. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി? 7ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് നിങ്ങൾ വൃത്തങ്ങൾ വരച്ചാൽ അത് മൂന്നാമത്തെ വശം എന്ന് വെച്ചാൽ ഈ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 3ാമത്തെ വശം എന്ന് വെച്ചാൽ ബി ഡി ആണ്. ബി ഡിയുടെ മധ്യബിന്ദുവിൽ കൂടി മിഡ് പോയിന്റിൽ കൂടി കടന്നു. ഓക്കെ, ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയും
ADയും ഡയമീറ്റർ അഥവാ വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ അത് ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകും. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ആയിട്ട് നിങ്ങൾ അഥവാ വ്യാസം എടുത്തൊരു 2 വൃത്തങ്ങൾ വരച്ചാൽ BDയുടെ മധ്യബിന്ദുവിൽ കൂടിയാണ് എക്സ് എന്ന് പറയുന്നത് BDയുടെ മധ്യബിന്ദുവായിട്ട് എടുത്താൽ ആ മധ്യബിന്ദുവിൽ കൂടി പോകും. ഓക്കെ, ഇനി അടുത്തത് CBD, ട്രയാങ്കിൾ CBD എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ റോംബസ്. അപ്പം ABCD ആണല്ലോ. ഈ CBD എന്ന് പറയുന്ന ഈ ത്രികോണം എടുത്താൽ അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. മനസ്സിലാവും. ഈ 2 വശം തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 7th ക്വസ്റ്റ്യൻ പഠിച്ചു. ഈ വശം ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ പോകും. ഈ വശം ഡയമീറ്റർ ആയിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. എങ്ങനെ? ഇങ്ങനെ. അപ്പൊ ഒരു സർക്കിൾ വരച്ചാൽ അത് രണ്ടും കൂടി കടന്നു പോകുന്നത് ഈ ത്രികോണത്തിന്റെ 3ാമത്തെ വശമായ BDയുടെ മധ്യബിന്ദുവിൽ കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ഈ ത്രികോണവും ഈ വൃത്തവും ഈ BD എന്ന് പറയുന്നതിന്റെ മധ്യബിന്ദുവിൽ കൂടി പോകും. ഓക്കെ, നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു ഈ വൃത്തവും BDയുടെ മധ്യബിന്ദുവിൽ മിഡ് പോയിന്റ് കൂടി തന്നെയാണ് കടന്നു പോകുന്നതെന്ന്. അതിന്റെ അർത്ഥം ഒരു റോംബസിന്റെ 4 സൈഡും നമ്മൾ ഡയമീറ്റർ ആയിട്ട് വൃത്തങ്ങൾ സർക്കിൾസ് വരച്ചാൽ ആ എല്ലാ വൃത്തങ്ങളും ഒരൊറ്റ പോയിന്റ് കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. AB ഇത് നമുക്ക് തന്നിട്ടുണ്ട്, റോംബസ് അഥവാ സംഭുജ സമാന്തരമാണ്. നമ്മള് ABയും ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുമ്പോൾ AB ഈക്വൽസ് AD ആണ്. ഓക്കെ, അങ്ങനെ ABയും ADയും ഡയമീറ്റർ വ്യാസം വരത്തക്ക രീതിയിൽ സർക്കിൾ വരച്ചാൽ ആ 2 സർക്കിളും നോക്ക് ഈ ത്രികോണത്തിന്റെ 3ാമത്തെ സൈഡായ BDയുടെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും. അപ്പൊ നോക്ക്, ഈ 2 സർക്കിളും എവിടെ കൂടെ കടന്നു പോകും? മിഡ് പോയിന്റ് ഓഫ് BD. മിഡ് പോയിന്റ് ഓഫ് BDയുടെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും. അതിനെ നമ്മൾ X എന്ന് എടുത്തു. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യുന്നത് CBD എന്ന് പറയുന്ന 2ാമത്തെ ത്രികോണം എടുക്കുന്നു. CBD എടുക്കുമ്പോ അതിനകത്ത് CBയും DCയും തുല്യമാണ്, ഈക്വൽ ആണ്. കാരണം എന്താ? അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെ സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എങ്കിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അവിടെ ഈ CBയും CDയും ഡയമീറ്റർ അഥവാ വ്യാസം വരത്തക്ക രീതിയിൽ നിങ്ങൾ വൃത്തം വരച്ചാൽ എന്താണ്? ഈ ത്രികോണത്തിന്റെ 3ാമത്തെ വശമായ BDയുടെ മധ്യബിന്ദുവിൽ കൂടിയായിരിക്കും ആ 2 വൃത്തവും കടന്നു പോകുന്നത്. അപ്പൊ ആ 2 വൃത്തങ്ങളും എവിടെ കൂടെ കടന്നു പോകും? മിഡ് പോയിന്റ് ഓഫ് BD. ആ മിഡ് പോയിന്റ് നമ്മൾ എന്താന്ന് എടുത്തു? X ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ആണല്ലോ. അപ്പൊ നോക്കി, ഇവിടുത്തെ 2 സർക്കിളും ഇവിടുത്തെ 2 സർക്കിളും എവിടെ കൂടെ പോവും? BD എന്ന് പറയുന്ന വശത്തിന്റെ മിഡ് പോയിന്റിൽ കൂടി പോകും. അപ്പൊ എല്ലാ സർക്കിളും BD എന്ന് പറയുന്ന വശത്തിന്റെ മിഡ് പോയിന്റിൽ കൂടി പോകും. അതുകൊണ്ട് എല്ലാ സർക്കിളും ഒരൊറ്റ പോയിന്റിൽ കൂടി അത് കടന്നു പോകും. ഓക്കെ, ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സബ്ഡിവിഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റോംബസ് എല്ലാ വശവും തുല്യമാണ് എങ്കിലാണ് നമ്മൾ പറഞ്ഞത് ആ വശങ്ങൾ ഡയമീറ്റർ വ്യാസം വരത്തക്ക രീതിയിൽ നിങ്ങൾ സർക്കിൾ വരച്ച ഒരൊറ്റ പോയിന്റിൽ കൂടി കടന്നു പോകുമെന്ന്. ഇപ്പൊ പറഞ്ഞത് പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദി പിക്ചർ. ഇതല്ല പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററിന്റെ കേസിലും ഇത് തുല്യം, ഇത് ഈ തിയറം ഈക്വൽ ആണ് അല്ലെങ്കിൽ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പിക്ചർ ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിനാണ് സർക്കിൾ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഓക്കെ,
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പടം ഒന്നും വലുതാ, ഈ പിക്ചറാണ്, ഈ പിക്ചർ ഞാൻ വരയ്ക്കുന്നില്ല, അതിന് പകരം അതിനകത്തുള്ള ആ ക്വാഡ്രിലാറ്ററൽ മാത്രം ഞാൻ എടുത്ത് ഉള്ളോട്ട് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു ABCD എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്ക്, ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ പരിഗണിക്കുന്നു. ABD ആണല്ലോ. ABയും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? ABയും ADയും ഈക്വൽ ആണ്, BCയും CDയും ഈക്വൽ ആണ്. അല്ലാതെ എല്ലാം ഒരേ അളവല്ല, പക്ഷെ ഇങ്ങനെ ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, ABD എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ? അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അതൊരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ആണല്ലോ. ആണ് എങ്കിൽ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ പഠിച്ചു. ഈ വശം വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വെച്ചാൽ ആ സർക്കിൾ ഇതാ നമ്മുടെ ഈ ത്രികോണത്തിന്റെ 3ാമത്തെ വശമായ BDയുടെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഇനി AD എന്ന് പറയുന്ന ഈ വശം ഡയമീറ്റർ അഥവാ വ്യാസമായിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അതെവിടെ കൂടെ കടന്നു പോകും? ആ സർക്കിൾ, ആ ത്രികോണത്തിന്റെ 3ാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റ് കൂടി കടന്നു പോകും. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ വരച്ചാലും ഇതിലേക്കൂടെ കടന്നു പോകും. ഇതാ ഇത് ഡയമീറ്റർ ആയിട്ട് വരച്ചാലും ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, അപ്പം ഈ രണ്ട് സർക്കിളും ഈ പോയിന്റിൽ കൂടി കടന്നുപോയി. ഇനി നമുക്ക് ഇതിന്റെ കേസ് നോക്കാം. ട്രയാങ്കിൾ CBD, അതിന്റെയും ഈ രണ്ട് വശങ്ങൾ തുല്യമല്ലേ? ആണ്. തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ഈ ത്രികോണം എന്ത് ത്രികോണമാണ്? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 7ാമത്തെ ക്വസ്റ്റ്യന്റെ അതേ റിസൾട്ട് യൂസ് ചെയ്യാം. സമപാർശ്വ ത്രികോണമാണ് എങ്കിൽ തുല്യമായ വശങ്ങൾ വ്യാസം അഥവാ ഡയമീറ്റർ വരത്തക്ക രീതിയിൽ നിങ്ങൾ വൃത്തം വരച്ചാൽ ആ ത്രികോണത്തിന്റെ 3ാമത്തെ വശം ഏതാ? BD തന്നെയല്ലേ 3ാമത്തെ വശം? 3ാമത്തെ വശത്തിൽ കൂടി കടന്നു പോകും. ഇവിടെ നിങ്ങൾ ഒരു ത്രികോണം വരച്ചതാ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, അതേകൂട്ട് തന്നെ CD എന്ന് പറയുന്ന വശത്തിനും നിങ്ങൾ വ്യാസമായി എടുത്ത് ഒരു വൃത്തം വരച്ചാൽ അതും എങ്ങനെ കടന്നു പോകും? ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, അപ്പൊ എല്ലാം എവിടെ കൂടെ കടന്നു പോയത്? BDയുടെ മധ്യബിന്ദുവിൽ കൂടി, BDയുടെ മിഡ് പോയിന്റ് ഓഫ് BD കൂടി, BDയുടെ മധ്യബിന്ദു കൂടെയാണ് എല്ലാ വൃത്തങ്ങളും കടന്നുപോയത്. അപ്പൊ റോംബസിന് മാത്രമല്ല, ഏതെങ്കിലും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ, അടുത്തടുത്ത് വരുന്ന വശങ്ങൾ തുല്യമായി വരുന്ന ചതുർഭുജത്തിന്റെ കേസിലും ഇങ്ങനെ വൃത്തങ്ങളെല്ലാം എവിടെ കൂടെ കടന്നു പോകും? ഒരൊറ്റ പോയിന്റിൽ കൂടി കടന്നു പോകും. ഓക്കെ, നമ്പർ 44 ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: A triangle is drawn by using a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameter. അതിൽ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് തന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇതാ, ഈ പാർട്ട് ബ്ലൂ നീല ഭാഗമായിട്ട്, നീല ചന്ദ്രക്കലയെന്നും ഇത് റെഡ് പാർട്ടായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞിരിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയയും അല്ലെങ്കിൽ പരപ്പളവും ഇതിന്റെ പരപ്പളവും, അതായത് ഈ ഷെയ്ഡഡ് പോർഷന്റെ രണ്ടിന്റെയും പരപ്പളവിന്റെ തുക എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറില് ഈ ബ്ലൂ പോർഷന്റെയും റെഡ് പോർഷന്റെയും കൂടെ ഏരിയ അഥവാ പരപ്പളവിന്റെ തുക എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയയോട് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം.
ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ബൈ യൂസിംഗ് ദ പോയിന്റ്സ് ഓൺ ദ സെമി സർക്കിൾ ടു ദി എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ. അതായത് ഒരു സർക്കിള്, ആ സർക്കിളിന് ഒരു ഡയമീറ്റർ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ്. ഓക്കെ, ഒരു വൃത്തത്തിൽ ഒരു വ്യാസം വരച്ച് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ, ആ അഗ്രബിന്ദുക്കൾ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പാർട്ടൊന്നും വേണ്ട, ഇങ്ങനെ നിങ്ങൾ ഒരു ത്രികോണം വരച്ചു. ഓക്കെ, അതായത് ഒരു സെമി സർക്കിളില് ഒരു ട്രയാങ്കിൾ വരച്ചു. അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫിഗർ. ഓക്കെ, അതിന് ABC എന്ന് ഞാൻ നെയിം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി കോണായിരിക്കും, മട്ടകോണായിരിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ACB, ത്രികോണം ACB, ട്രയാങ്കിൾ ACB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണ്, ആണല്ലോ. ഇനി പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ BC എന്ന് പറയുന്ന ആ വശം, ആ സൈഡ് ഡയമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് വേറൊരു സർക്കിൾ വരച്ചു. ഇത് ഡയമീറ്റർ ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു. ഇങ്ങോട്ടുള്ള പാർട്ട് വേണ്ട, സെമി സർക്കിൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നോക്ക്, ഇപ്പൊ ഇങ്ങനെയല്ലേ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ. ഇനി ഈ ഭാഗത്തെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സർക്കിൾ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന്റെ സർക്കിളിന്റെ ഫുൾ പാർട്ട് നമുക്ക് വേണ്ട, പകുതി സെമി സർക്കിൾ അർദ്ധവൃത്തം മാത്രമേ നമ്മൾ ഫിഗറിൽ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഈ വശമില്ലേ, ഈ വശം, അതായത് AC എന്ന് പറയുന്ന ഭാഗവും ഡയമീറ്റർ അഥവാ വ്യാസമാക്കി എടുത്തുകൊണ്ട് വീണ്ടും ഒരു വൃത്തവും കൂടെ വരച്ചു. ആ വൃത്തത്തിന്റെയും താഴോട്ടുള്ള അർദ്ധവൃത്തം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇങ്ങോട്ടുള്ള സെമി സർക്കിളിന്റെ ഒരു പാർട്ട് വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പോർഷൻ വരും. അങ്ങനെയാണ് നമുക്ക് ഈ പിക്ചർ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അർദ്ധവൃത്തം ട്രയാങ്കിൾ, ഈ വൃത്തത്തിന്റെ ഈ സെമി സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതൊരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഏതൊരു വൃത്തത്തിന്റെയും പരപ്പളവ് πr² ആണ്. r എന്ന് പറയുന്ന റേഡിയസ് അഥവാ ആരമാണ്. അപ്പൊ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് നമുക്കറിയാമെങ്കിൽ അർദ്ധവൃത്തം സെമി സർക്കിളിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ അഥവാ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആകെയുള്ള വൃത്തത്തിന്റെ പരപ്പളവിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് AB ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ സെമി സർക്കിളിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാൻ AB ഡയമീറ്റർ അഥവാ വ്യാസമായിട്ട് വരുന്ന ഈ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? πr²/2 ഇട്ടതിന് കാരണം അർദ്ധവൃത്തമായതുകൊണ്ട് പകുതിയല്ലേ ആവശ്യമുള്ളൂ, ഈ സെമി സർക്കിളിന്റെ ആയതുകൊണ്ട്. π സമം 1/2 ഇൻറ്റു π ഇൻറ്റു r. r എന്ന് പറയുന്ന റേഡിയസ്, ഇവിടെ റേഡിയസ് അഥവാ ആര്, ഇവിടെ ഡയമീറ്റർ അഥവാ വ്യാസം തന്നിട്ടുണ്ട് AB. അപ്പം റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ്, വ്യാസത്തിന്റെ പകുതിയല്ലേ ആരം. അപ്പൊ ABയുടെ പകുതി AB/2 ആണല്ലോ, അതിന്റെ സ്ക്വയർ. ഓക്കെ, സമം 1/2 ഇൻറ്റു π ഇൻറ്റു AB² ഭാഗം 2ന്റെ സ്ക്വയർ. ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷന് വർഗം അഥവാ സ്ക്വയർ എടുക്കണമെങ്കിൽ അംശത്തിനും കൊടുക്കണം, ഛേദത്തിനും, ന്യൂമറേറ്ററിനും കൊടുക്കണം, ഡിനോമിനേറ്ററിനും കൊടുക്കണം. ABക്ക് സ്ക്വയർ എടുത്തപ്പോ AB², 2ന്റെ സ്ക്വയർ, 2ന്റെ വർഗം എത്രയാണ്? 4 സമം 1/8 ഇൻറ്റു π ഇൻറ്റു AB².
ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ അർദ്ധവൃത്തത്തിന്റെ എ ബി ഡയമീറ്റർ, അത് ശ്രദ്ധിക്കണം, എ ബി, കാരണം വേറെ എ സി ഡയമീറ്റർ ആവുന്നുണ്ട്, ബി സി വ്യാസമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എ ബി ഡയമീറ്റർ അഥവാ വ്യാസമായി വരുന്ന സർക്കിളിന്റെ പരപ്പളവ് അഥവാ ഏരിയയാണ്. സർക്കിളിന്റെ അല്ല, സെമി സർക്കിളിന്റെ പരപ്പളവ് അഥവാ ഏരിയയാണ് 1/8 × π × AB². ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു അർദ്ധവൃത്തം. നമ്മൾ പറഞ്ഞു ഇവിടെയും നമ്മള് ഇതും അർദ്ധവൃത്തമാണ് എന്ന് പറഞ്ഞു, അഥവാ സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ എ സി ആണ് ഇവിടുത്തെ ഡയമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാം ഏരിയ അഥവാ പരപ്പളവ്. എ സി ഡയമീറ്റർ മായി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാൻ R² ആണ് ഒരു സർക്കിളിന്റെ പരപ്പളവ്, ഏരിയ. സെമി സർക്കിൾ അല്ലേ, അതുകൊണ്ട് ഇവിടെ /2 എന്ന് എഴുതി. ഓക്കെ, /2 എഴുതി. ഇനി നോക്ക്, R എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയമീറ്റർ അഥവാ വ്യാസം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആരം അഥവാ റേഡിയസ് എത്രയായിരിക്കും? AC/2. നമുക്ക് നോക്കാം. π × ഈ 1/2 ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. 1/2 × π × AC/2 ന്റെ സ്ക്വയർ സമം 1/2 × π × AC² 2ന്റെ സ്ക്വയർ 4 സമം 1/, ഈ 4 2 കൂടെ ഛേദങ്ങളെല്ലാം ഗുണിച്ച് ഒരുമിച്ച് എഴുതുക, 8 × π × AC². ഓക്കെ, അപ്പൊ നമുക്ക് ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കിട്ടി. ഓക്കെ, നമ്മള് AC, ഈ AC എന്ന് പറയുന്ന ഈ വശം ഡയമീറ്റർ അഥവാ വ്യാസമായി വരുന്ന സെമി സർക്കിൾ അർദ്ധവൃത്തത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, പരപ്പളവ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് BC, ഈ വശം ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിന്റെ BC എന്ന് പറയുന്ന ഈ സൈഡ് വ്യാസമായിട്ട് വരുന്ന അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/2 1/2 വരാനുള്ള ചാൻസ് കാരണം എന്താ? ഒരു മുഴുവൻ വൃത്തത്തിന്റെ ഫുൾ സർക്കിളിന്റെ ആണ് πr². അർദ്ധവൃത്തം സെമി സർക്കിൾ ആകുമ്പോൾ അതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുന്നതിനാണ് 1/2 വെച്ചിട്ട് ഗുണിക്കുന്നത്. 1/2 × π × ഇവിടെ R എത്രയാണ്? BC ആണ് ഇവിടുത്തെ വ്യാസം അഥവാ ഡയമീറ്റർ. അപ്പൊ ആരം എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്, BC/2 ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ 2ന്റെ സ്ക്വയർ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആൻസർ 1/8 × π × BC² എന്ന് വരും. ആണല്ലോ, അതാണ് BC ഡയമീറ്റർ അഥവാ ഏരിയയായി വരുന്നതിന്റെ, BC ഡയമീറ്റർ അഥവാ വ്യാസമായി വരുന്ന അർദ്ധവൃത്തത്തിന്റെ ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഈ ഇക്വേഷനും മൂന്നാമത്തെ ഈ ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യണം. 2 + 3 എങ്ങനെയാ? 1/2 1/8 π AC² + 1/8 π BC² സമം 1/8 π രണ്ടിടത്തും പൊതുവായിട്ട് കോമൺ ആയിട്ടുണ്ട്, അതിങ്ങനെ എടുത്തു, AC² + BC². അപ്പൊ നമ്മള് ആഡ് ചെയ്ത് വന്നപ്പോ ഇങ്ങനെ കിട്ടി. അപ്പം നമ്മൾ ആദ്യം ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതാ ഈ ഫിഗർ. ഓക്കെ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, കാരണം സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. അപ്പം ഇവിടെ റൈറ്റ് ആംഗിൾ ആണല്ലോ, മട്ടകോണാണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത് എന്താണ്? ഇതാ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണം. അപ്പൊ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അഥവാ കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഇവിടെ ഇതല്ലേ 90 ഡിഗ്രി ആംഗിൾ, ഇതിനെതിരെ കിടക്കുന്നതാണല്ലോ AB. എപ്പോഴും
പൈതഗോറസ് തിയറം പറയുന്നത് AB² എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന്റെ വർഗം അഥവാ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും വർഗത്തിന്റെ തുകയാണ് AC² പ്ലസ് BC² ആയിരിക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ AC² പ്ലസ് BC² സമം AB². നമുക്ക് AC² പ്ലസ് BC² അതിൽ കൊടുത്തുകൂടെ? അപ്പൊ നമുക്ക് 1/8 പൈ ഇൻറ്റു AB² ആണല്ലോ. ഇത് നോക്കിയേ, ഈ ഒന്നാമത്തെ സമവാക്യവുമായിട്ട് തുല്യമായിട്ട് വന്നിരിക്കുന്നുണ്ടോ? ഈ ഒന്നാമത്തെ എന്താ നമ്മൾ കണ്ടുപിടിച്ചേ? ഇതാ ഇതിന്റെ ഈ അർദ്ധവൃത്തത്തിന്റെ സെമി സർക്കിളിന്റെ ഏരിയ, അതായത് നോക്ക്, ഈ സെമി സർക്കിളിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് എന്ന് പറയുന്നത് ഇതാ ഈ റെഡ് സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടിനെ പി എന്ന്, ഈ ചെറിയ പാർട്ടിനെ ക്യൂ എന്നും, ഈ ചെറിയ പാർട്ടിനെ ആർ, ഇത് എസ്, ഇത് ടി എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ കൂടുതൽ കൺഫ്യൂഷൻസ് വരാതിരിക്കാനാണ് അങ്ങ് വേർഡ്സ് ഓരോ ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ AB ഡയമീറ്റർ അഥവാ വ്യാസമായി വരുന്ന അർദ്ധവൃത്തം സെമി സർക്കിളിന്റെ ഏരിയ, AB ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? വ്യാസമായി വരുന്ന സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തത്തിന്റെ ഏരിയ ആണല്ലോ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? BC വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് വരുന്ന അർദ്ധവൃത്തത്തിന്റെ ഏരിയ പ്ലസ് AC ഡയമീറ്റർ അഥവാ വ്യാസം ആയി വരുന്ന അർദ്ധവൃത്തത്തിന്റെ ഏരിയയും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, 1/8 ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കുവാണേ. നോക്ക്, AB വ്യാസമായി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഇത്. AC വ്യാസമായി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ, BC വ്യാസമായി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ AB വ്യാസമായി വരുന്ന ഈ വലുത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇങ്ങനെ ലെറ്റർ ഉപയോഗിക്കുന്നത്. AC വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് വരുന്ന അർദ്ധവൃത്തം സെമി സർക്കിളാണ് ഇത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ എസും ക്യൂവും കൂടെ, ഇത്രയും ഭാഗം എസ് ആണ്, ഇത്രയും ഭാഗം ക്യൂ ആണ്. അത് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്താണ്, എസ് പ്ലസ് ക്യൂ പ്ലസ്. ഇനി BC, ഈ BC വ്യാസം അഥവാ ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിൾ അർദ്ധവൃത്തം എന്ന് പറയുന്നത് ഇതല്ലേ, അതിന്റെ ഏരിയ എത്രയാ? ആറും ടിയും കൂടെ കൂട്ടണം, ആർ പ്ലസ് ടി ഈക്വൽസ്. അതെന്തിനോട് ഈക്വൽ ആണ്? AB വ്യാസമായിട്ട് വരുന്ന സെമി സർക്കിൾ, അത് കണ്ട് ഇതല്ലേ, ഈ വലുതല്ലേ, നോക്ക്, AB വ്യാസമായിട്ട് വരുന്നത് അല്ലേ. പിയുടെ കൂടെ ഈ ചെറിയൊരു പോർഷൻ ക്യൂവും ചെറിയ പോർഷൻ ആറും കൂടെ ആഡ് ചെയ്യണം, പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആണല്ലോ. നോക്ക്, ക്യൂ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അത് രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്തു. ആർ ഇവിടെയുണ്ട്, ഈക്വലിന് അപ്പുറത്തുമുണ്ട് ഈക്വലിന് ഇപ്പുറത്തുമുണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ പിന്നുള്ളത് എസ് പ്ലസ് ടി ഈക്വൽസ് പി. എസ് പ്ലസ് ടി ഈക്വൽ പി. ഇതെന്താന്ന് നോക്കിയേ, പി എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ആ ത്രികോണമാണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാ ഈ ബ്ലൂ ക്രസന്റ് ആണ്, അതായത് നീല ചന്ദ്രകല അല്ലെ. ടി എന്ന് പറയുന്നതോ ദാ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അറിയാം, റെഡ് ക്രസന്റ്, റെഡ് ചന്ദ്രകല. അപ്പൊ ഈ പി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ക്രസന്റിന്റെ പരപ്പളവ് അഥവാ ഏരിയ പ്ലസ് റെഡ് ക്രസന്റിന്റെ ഏരിയ അഥവാ പരപ്പളവ്. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്.
അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്ത് എന്താണ്, ആദ്യം എ ബി ഡയമീറ്റർ ആയിട്ടുള്ള അഥവാ വ്യാസമായി വരുന്ന അർദ്ധവൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ബി സി ഡയമീറ്റർ അഥവാ വ്യാസമായി വരുന്ന അർദ്ധവൃത്തം അഥവാ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. അതേകൂട്ടി ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ആണ് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ പി ക്യു ആർ എസ് ടി എന്നിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉത്തരം എത്തിച്ചു. അതിന്റെ അർത്ഥം ഈ ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ബ്ലൂ ക്രസന്റ് അഥവാ നീല ചന്ദ്രക്കലയുടെ ഏരിയ പ്ലസ് റെഡ് ക്രസന്റ് അഥവാ റെഡ് ചന്ദ്രക്കലയുടെ ഏരിയക്ക് തുല്യമാണ് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ.